നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി വെറൈറ്റികളായ വസ്ത്രം ധരിച്ച് 2 മൊബൈൽ കൈമപ്പിടിച്ച് നാട്ടുകാർക്കിടയിൽ തൂവള്ള വസ്ത്രധാരിയായി ഞാനൊരു സംഭവമാണെന്ന് അഭിനയിക്കുന്ന അഭിനേതാക്കൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം പണം കൂടുമ്പോഴേക്കും, ഒരൽപ്പം സൗന്ദര്യമുണ്ടാകുമ്പോഴേക്കും, 4 ആളുകൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും, തറവാടിത്തം കൊണ്ട്, ജീവിതത്തിൽ അള്ള കൊടുക്കുന്ന ജോലികളെ കൊണ്ട് പലർക്കും പലതിന്റെ പേരിലും അഹങ്കാരം തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ജാടയാവാനും തുടങ്ങി. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നവർ, ഞാൻ ഇതിന്റെയൊക്കെ ആളാ, ഞാൻ അത്രയൊക്കെ കൊടുക്കും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നോക്കുന്നവരും കാണുന്നവരുമൊക്കെ എന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ, എന്നെ ഒന്ന് നോക്കട്ടെ എന്ന ഒരു തരം ജാട, അഹങ്കാരം ലോകത്തിന്റെ തിരുദൂതനോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്താണ് കിബർ? അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ തള്ളിക്കളയലുമാണ് അഹങ്കാരം. ഇന്ന് അഹങ്കാരം പലരുടെ ജീവിതത്തിലുമുണ്ട്. ഒരുപക്ഷെ തറവാടിത്തത്തിന്റെ പേരിൽ, ഒരുപക്ഷെ പണത്തിന്റെ പേരിൽ, ഒരുപക്ഷെ ദുനിയാവിലുള്ള സ്ഥാനമാനത്തിന്റെ പേരിൽ ഒരു തരം കിബർ, ആളുകൾക്കിടയിൽ പൊങ്ങച്ചം, ജനങ്ങളിൽ നിന്ന് പ്രശസ്തി കിട്ടാനുള്ള ആഗ്രഹം, ഇതൊക്കെ മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാ. കുടുംബക്കാർക്കിടയിൽ നമ്മൾ അത്യാവശ്യം കൊടുക്കുന്നവരാണെങ്കിൽ അവർക്കിടയിൽ നമുക്കൊരു കിബറ. നമ്മളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കുന്നതിന്റെ അളവ് നമ്മൾ കുറയ്ക്കും. നമ്മളെ കാണുമ്പം ചിരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു ചിരിക്കാൻ നമ്മളൊന്ന് മടിക്കും. സൗകര്യപ്പെടുന്നവരോടെ ചിലര് സലാം പറയൂ, ചില ആളും തരവും നോക്കിയേ ചിലര് ബന്ധം കൂടൂ, ചില ആളുകൾ മാത്രമേ ക്ഷണിക്കൂ. പലപ്പോഴും കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു ചെല്ലുന്ന നമുക്ക് പോലും കിട്ടുന്നത് 2 തരത്തിലുള്ള സ്വീകരണമാ. വേണ്ടപ്പെട്ട അത്യാവശ്യം സ്ഥാനമാനങ്ങളും നാട്ടിലെ നിലയും വിലയും തറവാടിത്തവും ഉണ്ടെങ്കിൽ അവൻ വരുന്ന വാഹനത്തിന്റെ അരികിൽ ചെന്ന് അവന്റെ കൈപിടിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയി സദസ്സിലിരുത്തി വിളമ്പിക്കൊടുക്കുന്ന മക്കളുടെ മുഖത്തേക്ക് നോക്കി ബുഫക്കാരനെ ഓർമ്മപ്പെടുത്തും, വേണ്ടപ്പെട്ടവനാ, നല്ല നിലക്ക് നോക്കണം, അവന് ക്യൂ നിന്ന് വാങ്ങേണ്ടതില്ല, അവൻ ആളുകളുടെ സങ്കടങ്ങൾ സഹിക്കേണ്ടതില്ല. എന്നാൽ അതിനുശേഷം വന്നത് അതേ നാട്ടിലെ ക്ഷണിക്കപ്പെട്ട ഒരു പാവപ്പെട്ടവനും ദിവസക്കൂലിക്കാരനും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ദരിദ്രനുമാണെങ്കിൽ നിന്ന സ്ഥലത്ത് നനങ്ങാതെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും, പുഞ്ചിലൊരു ആർക്കോ വേണ്ടി ഒരു പുഞ്ചിരിയും വരുത്തി, നടന്നോ, അവിടെയാ ഭക്ഷണം, അത് തിന്നിട്ട് പോന്നോ എന്നാംഗ്യം കാണിക്കുന്ന ഇരട്ട മുഖം വരെ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാ. അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛത്തോടെ കാണുക, സ്വയം കൂടിയതിന്റെ പേരിൽ, സ്വന്തം ഒരുപാടുണ്ടായിപ്പോയതിന്റെ പേരിൽ. ലോകത്തിന്റെ തിരുദൂതൻ ആവർത്തിച്ച് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിൽ നിന്ന് ഒരണുമണി തൂക്കം ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇന്ന് നമുക്ക് കിട്ടിയതെല്ലാം, ഈ ലോകത്ത് നമുക്ക് വെച്ച് നീട്ടിപ്പെട്ടതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാ. അല്ലാഹു നൽകിയതേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. അല്ലാഹു തീരുമാനിച്ചാൽ അഹങ്കാരത്തെ മണ്ണിനടിയിലാക്കാൻ പടച്ച റബ്ബിന് നിമിഷങ്ങൾ മതി. ഓരോ അനുഭവങ്ങൾ കൺമുൻപിൽ കാണുമ്പോ, 18 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം ശമ്പളം കിട്ടിയപ്പോ നാട്ടിലവൻ കൊട്ടാരം പണിതു. നാട്ടിൽ വരുമ്പോ നാട്ടുകാർക്കിടയിൽ ജാട കാണിച്ചു നടന്നു. ഒരുപാട് അഹങ്കാരത്തിന്റെ രീതികളും സ്വഭാവങ്ങളും കാണിച്ചു. 100 രൂപയുടെ മത്സ്യം വാങ്ങുന്നവനോട് എന്തിന് പിശുക്കത്തരം കാണിക്കണം, ഒരു 500-ന് വാങ്ങിക്കൂടെ എന്ന് നാട്ടുകാർക്കിടയിൽ അവൻ പേരെടുക്കാൻ ചോദിച്ചു. വീട്ടിന്റെ പോർച്ചിന് വേണ്ടി ലക്ഷങ്ങൾ വാരിവതറി, വീട്ടിന്റെ മുറ്റത്തിന് വേണ്ടി വ്യത്യസ്ത കടപ്പകൾ കൊണ്ടുവന്ന് കറുകപ്പുല്ല് പിടിപ്പിച്ചു. പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് കണ്ണീര് കുടിക്കുമ്പോ വീട്ടിന്റെ ഗേറ്റിന് 3 ലക്ഷം രൂപ ചെലവിൽ റിമോട്ട് കൺട്രോളുകൾ ഉണ്ടാക്കി നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ സാധിച്ചു. ഓരോരോ പാചക രംഗങ്ങൾ കണ്ട്, പാചകത്തിന്റെ സീരിയലുകൾ കണ്ട് പാചകം വെക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങൾ വെറുതെ നശിപ്പിച്ചു. എങ്കിൽ മനുഷ്യ, അള്ളാന്റെ തീരുമാനം ഒരു നിമിഷം അവന്റെ നേരെ മാറി വന്നു. 19ാമത്തെ കൊല്ലം ശ്വാസമയക്കുമ്പോ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നിന്നും വേദന അനുഭവപ്പെട്ടപ്പോ ഇപ്പോഴും ദിവസത്തിൽ 1 ഡയാലിസിസ് നടത്തി സമ്പാദ്യം മുഴുവനും വിറ്റ് കിടപ്പാടം പണയപ്പെടുത്തി
അവസാനം സ്വന്തം മക്കളെ തെരുവിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്ന ഗതികേട് അല്ല കൺമുൻപിൽ കാണിക്കുമ്പോ അഹങ്കരിക്കല്ലേ മനുഷ്യരെ? അല്ല എന്ത് തന്നാലും അത് അല്ല തന്നതേയുള്ളൂ. നിങ്ങളെയും ജീവിതത്തിൽ അല്ല തീരുമാനിച്ചാൽ കോടികൾ നശിപ്പിക്കാൻ അള്ളാഹ്ക്ക് സെക്കൻഡ് മതി. ഒരു പക്ഷേ കോടികൾ കിട്ടാൻ 1 or 10 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. അള്ളാഹ്ക്കത് നശിപ്പിക്കാൻ നിമിഷ നേരം മതി. അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും. അത്യാവശ്യം സാമ്പത്തികവും അത്യാവശ്യം ദുനിയാവിൽ ചില സ്ഥാനങ്ങളും കിട്ടുമ്പോ എന്റെ തലയൊന്നും ഉയരല്ലേ, എന്റെ നെഞ്ചൊന്ന് വികസിക്കല്ലേ? വലാ തംശി ഫിൽ അർളി മറഹ വലാ തുസഇർ ഹദ്ദക ലിന്നാസ്. നിന്റെ മുഖത്ത് പോലും ആ വ്യത്യാസം നീ കാണിക്കരുത്. ഇന്നുണ്ട് ചിലർക്ക് ആ മുഖ വ്യത്യാസം. ചിലരോട് താല്പര്യമില്ലാത്ത ഒരു നെവർ മൈൻഡ്, ഒരു തരം ജാട. ചിലരോട് സംസാരിക്കാൻ ഒരു മടിയില്ല, ചിലരോട് ഒന്ന് അടുത്തുകൂടാൻ ഒരു താല്പര്യമില്ല. കുടുംബക്കാർക്കിടയിൽ ജ്യേഷ്ഠൻ അത്യാവശ്യം പണമുണ്ടായാൽ അനിയനെ കണ്ണു പിടിക്കുന്നില്ല, അനിയൻ അത്യാവശ്യം സാമ്പത്തികമുണ്ടായാൽ പെങ്ങന്മാരെ കണ്ണു പിടിക്കുന്നില്ല. മക്കൾക്കിടയിൽ പോലും രക്ഷിതാക്കൾ വേർതിരിവ് കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു വാക്യമുണ്ട്. വലാ തുസഇർ ഹദ്ദക ലിന്നാസ്. നിന്റെ മുഖം കൊണ്ട് പോലും ഒരുത്തനോട് ഒരു മോശമായ പെരുമാറ്റം, ഒരാംഗ്യം നിന്റെ മുഖത്തുണ്ടാവാൻ പാടില്ല. കാരണം വലാ തംശി ഫിൽ അർളി മറഹ. ഈ ഭൂമിക്ക് മുകളിൽ നീ അഹങ്കാരത്തോടെ ജീവിക്കരുത്. നീ എത്ര തല ഉയർത്തിപ്പിടിച്ചാലും, നീ എത്ര നെഞ്ച് വിടർത്തിപ്പിടിച്ചാലും ഇന്നക ലൻ തഹ്രിക്കൽ അർള. പടച്ച റബ്ബിന്റെ ഭൂമി ഒന്ന് പിളർത്താൻ നിന്നെ കൊണ്ട് പറ്റില്ല. എവിടെയൊക്കെ നീ ആളറിയാതെ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിലും, ഏതൊക്കെ കച്ചവട സ്ഥാപനത്തിന്റെ സമുച്ചയങ്ങൾ നിന്റെ പേരിലാണെങ്കിലും, ഏതൊക്കെ നിലകൾക്ക് മുകളിൽ നിന്റെ കോടികളുടെ ഫ്ളാറ്റ് ഉണ്ടെങ്കിലും, ആളറിയാതെ എവിടെയൊക്കെ നീ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും, അള്ളാന്റെ ഭൂമിയിൽ ഒരു ചെറിയ വടവ് വരുത്താൻ നിന്നെ കൊണ്ട് പറ്റില്ലടോ. അതറിയണമെങ്കിൽ നീ ഒരു ധാന്യമണി മുളച്ചിടണം. ആ ധാന്യമണി കുഴിച്ചിടുമ്പോ ഈ ഭൂമിയെ പളർത്തി അതിന്റെ നിസ്സാരമായ തണ്ട് പുറത്തേക്ക് മുളയായിട്ട് വരും. എങ്കിൽ മനുഷ്യ, അള്ള നിന്നെ വെല്ലുവിളിക്കുന്നു. നിസ്സാരമായ ആ മുളയുടെ തണ്ട്, ആ ധാന്യത്തിന്റെ മുള നീ ഒന്ന് പൊട്ടിച്ചെടുത്ത് ആ ധാന്യത്തിന്റെ അരികിലേക്ക് തിരിച്ചൊന്ന് കുത്തി താഴ്ത്തണം. പറ്റുമോ നിന്നെ കൊണ്ട്? ആ ധാന്യത്തിന്റെ അരികിലേക്ക് എത്തിക്കാൻ മാത്രം ആ തണ്ടിന് ശക്തിയില്ല, പൊടിഞ്ഞു പോകുന്നതാണ് അതിന്റെ മുളയെങ്കിൽ നീ അറിഞ്ഞോ മനുഷ്യ, ഇന്നകലൻ തഹ്രിക്കൽ അർള. അഹങ്കരിക്കാനുള്ള ഒരവകാശവും അള്ളാഹു നിങ്ങൾക്കാർക്കും നൽകിയിട്ടില്ല. അതവനു മാത്രമാ, അവൻ അത് കാണിക്കുന്നില്ല. ഈ ലോകത്തിന്റെ ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിലായിട്ടും എത്രമാത്രം കാരുണ്യം അവൻ നമ്മളോട് കാണിക്കുന്നു. എന്നെയും നോക്കുന്നു, കോടീശ്വരനെയും നോക്കുന്നു, എന്നെയും നോക്കുന്നു, ഒരിറ്റു വെള്ളം കിട്ടാതെ ദാഹിക്കുന്നവനെയും നോക്കുന്നു, എന്നെയും നോക്കുന്നു, നാൽക്കാലികളെയും നോക്കുന്നു, നാൽക്കാലികളെയും നോക്കുന്നു, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കണ്ണീര് കുടിക്കുന്നവനെയും നോക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, ഈ ദുനിയാവിൽ അഹങ്കരിക്കാൻ വകുപ്പില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ എത്ര നെഞ്ചു വിരിച്ചാലും തല പൊന്തിച്ചു പിടിച്ചാലും അള്ളാഹുവിന്റെ പർവ്വതത്തിന്റെ അത്ര തല ഉയർത്താനും നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ് നമ്മളെങ്കിൽ, നമ്മളെ ഇസ്ലാമിനെ അമുസ്ലിമീങ്ങളും നമ്മളെ ഇതര വിശ്വാസികളും ഇഷ്ടപ്പെടണമെങ്കിൽ കിബിറെന്ന വൃത്തിഹീനമായ തോന്നിവാസ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ ലോകത്തിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും അഹങ്കരിക്കുന്നവൻ പിശാചിന്റെ വർഗത്തിൽപ്പെട്ടവനാ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അബാ ഫസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. കാഫിർ വർഗത്തിൽപ്പെട്ട അഹങ്കാരിയായ ആ പിശാചുണ്ടല്ലോ, അവൻ മാത്രമേ സുജൂദ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അവൻ ആരാ? ഫസ്തക്ബറ, അഹങ്കാരിയ. അഹങ്കാരികളുടെ ജീവിതം ശൈത്താന്റെ ജീവിതത്തിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട സ്വഭാവത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അഹങ്കാരമില്ലാത്തൊരു മനസ്സിന്റെ ഉടമയാവുക. അതോടൊപ്പം കോപം നിയന്ത്രിക്കുന്നവരുമാകണം. എടുത്താൽ ഒന്നിന് 2 തിരിച്ചു മറുപടി പറയുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ, ദേഷ്യപ്പെട്ട് ജയിക്കൽ ഒരു വിജയമായി കാണുന്നവർ, ദേഷ്യം പിടിച്ച പിന്നെ സംസാരിക്കുന്നത് എന്താ എന്ന് പോലും ഓർമ്മയില്ലാത്തവർ, നാവുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർ, നാവുകൊണ്ട് പലരുടെ മാനത്തിനും പ്രയാസങ്ങൾ വരുത്തിയവർ, 1ന് 10 തിരിച്ചു പറഞ്ഞാലേ
ആണത്തമാകൂ, അതേ ഒരു ഭർത്താവിന്റെ ശ്രേഷ്ഠതയാവൂ ഇന്ന് തെറ്റിദ്ധരിച്ച ഭർത്താക്കന്മാരും ആണുങ്ങളും സ്ത്രീകളും ഇന്ന് സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നവർ, ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഴുതയെപ്പോലെ ഭാരം വഹിച്ചിട്ടും കുടുംബത്തിൽ പെണ്ണിന്റെ നാവ് കൊണ്ട് മനസ്സമാധാനം കിട്ടാത്തവർ, ആരുമറിയാതെ കുടുംബത്തിന് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും തന്റെ ഭർത്താവിന്റെ നാവിനെ കൊണ്ട് സങ്കടം വരുത്തുന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ, അങ്ങനെ പലരും കോപം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊക്കെ ചിലരെ പറ്റി ആളുകൾ പറയാറില്ലേ, ആളൊക്കെ ഉഷാറ, നല്ല നിസ്കാരം, നോമ്പ്, കൊടുക്കാനും താല്പര്യമുണ്ട്, ദീനിന്റെ നടുക്കഷണങ്ങളാ അവരൊക്കെ. പക്ഷേ മൂക്കത്താ ദേഷ്യം. ആ ദേഷ്യമുള്ളവൻ നല്ല വിശ്വാസിയല്ല. ദേഷ്യമുണ്ടോ അവൻ ഈമാനില്ലാത്തവൻ എന്നാ വിശുദ്ധ ഖുർആനിന്റെ വചനം. ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മ